നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. സർ, ഞാൻ വീട്ടിലേക്ക് പോയിക്കോട്ടെ. നന്ദിനി, ഈ പ്രശ്നം പരിഹരിക്കാതെ എങ്ങനെ പോകാൻ പറ്റുന്നേ? ഞാൻ അവിടെ നിന്ന്. വേണ്ട സർ, ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങളിലൊക്കെ കാരണമായിട്ട് പത്മ മാഡം കാണുന്ന എന്നെയായിരിക്കും. ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ കാരണം മിത്രയാ. മിത്ര മാപ്പ് പറയുമ്പോ താനിവിടെ ഉണ്ടാവണം. മിത്ര ഈ ഓഫീസിൽ എനിക്ക് പകരം ചാർജ് എടുത്താണ്. ആരുടെ നിർദ്ദേശപ്രകാരമായാലും മിത്രയോട് അപമര്യാദയായിട്ട് പെരുമാറിയത് ശരിയായില്ല. അത് എന്റെ പൊസിഷനോട് നിങ്ങൾ കാണിച്ച റെസ്പെക്റ്റ് ഇല്ലായ്മ തന്നെയാണ്. ഓക്കെ, എന്തൊക്കെയായാലും അരുതാത്തത് ചിലത് ഇവിടെ സംഭവിച്ചു. അജയനോടെ ഇങ്ങ് വരൂ. അജയനോട് മിത്ര അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് ഖേദമുണ്ട്. ഇനി മിത്രയുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ എല്ലാവരും ഒന്ന് പിരിഞ്ഞു പോണം. പറഞ്ഞു കേട്ടില്ലേ മേഡം? തൊഴിലാളികളുടെ ആവശ്യം അതല്ലല്ലോ മേഡം. അജയേട്ടന്റെ കർണത്തടിച്ച മിത്ര മാപ്പ് പറയണമെന്ന. അതില്ലാതെ ഈ സമരം അവസാനിക്കില്ല. ഇവളെയും കൊണ്ട് ഇവിടുന്ന് ആരും പുറത്തു പോവുകയല്ല. ആന്റി, ഞാനിപ്പോ പോലീസിനെ വിളിക്കാം. ഇവന്മാരൊക്കെ ഇവിടെ നിന്ന് ഓടുന്നത് ഞാൻ കാണിച്ചു തരാം. പോലീസിനെ വിളിക്കാനോ വിരട്ടാനോ ഉദ്ദേശം ഉണ്ടെങ്കിലേ ഈ സമരം ഇതുപോലെ തല്ലിയ ആളിന്റെ വീടിന്റെ ഉമ്മർത്തുണ്ടാവും. പത്മ മേഡം, കാര്യങ്ങൾ വഷളാക്കാനാണ് ഉദ്ദേശമെങ്കിൽ നഷ്ടം ഈ കമ്പനിക്ക് മാത്രമായിരിക്കും. വലിഞ്ഞു കയറി വന്ന ഇവൾക്കല്ല. മിത്ര, അജയനോട് സോറി പറഞ്ഞേക്ക്. എനിക്ക് പറ്റില്ല ആന്റി. മിത്ര രാജിവെക്കുക, മിത്ര രാജിവെക്കുക, മിത്ര രാജിവെക്കുക, മിത്ര രാജിവെക്കുക. മിത്ര പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. പിരിച്ചുവിടുക, മിത്രയെ പിരിച്ചുവിടുക, മിത്രയെ പിരിച്ചുവിടുക, മിത്രയെ പിരിച്ചുവിടുക. മിത്ര രാജിവെക്കുക, മിത്ര രാജിവെക്കുക, മിത്ര രാജിവെക്കുക. മിത്ര പ്ലീസ്, ഞാൻ പറയുന്നു ഒന്ന് കേക്ക്. മിത്രയെ പിരിച്ചുവിടുക, മിത്രയെ പിരിച്ചുവിടുക. മിത്ര പ്ലീസ്. ഞാൻ സോറി പറഞ്ഞ നിങ്ങളുടെ പ്രശ്നം തീരുമല്ലോ. സോറി. എങ്ങനെ 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 അങ്ങനെ ഒരു താല്പര്യമില്ലാത്ത വാക്ക് പറഞ്ഞ് ഇവരുടെ അഭിമാനത്തെയും ചോദ്യം ചെയ്തിട്ട് അങ്ങനെ അങ്ങ് പോണ്ട. ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് ആ മനുഷ്യനോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. സൂര്യ, തെറ്റ് ചെയ്തവരോടാ ഞാൻ സംസാരിക്കുന്നേ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത്. മിത്ര രാജിവെക്കുക, മിത്ര രാജിവെക്കുക, മിത്രയെ പിരിച്ചുവിടുക, മിത്ര ഒന്ന് പറയേ. മിത്ര രാജിവെക്കുക, ഒന്ന് പറഞ്ഞേ. മിത്ര രാജിവെക്കുക. നിർത്ത. എന്നെ ഒരു ചുമതല ഏൽപ്പിച്ചതിന്റെ പേരിൽ പത്മാന്റെ ഇവരുടെ മുന്നിൽ തല താഴ്ത്തി നിൽക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ നിങ്ങളെ തല്ലാൻ പാടില്ലായിരുന്നു.
ഐ എം റിയലി സോറി. അപ്പോ നമ്മൾ ഉദ്ദേശിച്ച കാര്യം നമ്മൾ നേടിയെടുത്തിരിക്കുകയാണ്. ഇനി മേഡം പൊയ്ക്കോട്ടെ അല്ലേ? പൊയ്ക്കോളൂ. മിത്ര, മോള് കാറി ചെന്നിരിക്കെ. ഒരിക്കൽ കൂടി നീ ജയിച്ചു. പക്ഷേ നിന്റെ ഓരോ ജയവും പത്മ മാർക്ക് ചെയ്യുന്നതേ ഈ ഹൃദയത്തിലേക്കാ. തിരിച്ചടിക്കുമ്പോൾ ഒട്ടും കുറവ് വരാതിരിക്കാൻ. ഇപ്പോ ഇവിടുന്ന് നാണം കെട്ടിറങ്ങി പോകുന്നത് ഈ ഓഫീസിലെ ഏറ്റവും കൂടിയ സ്ഥാനമുള്ള ഞാൻ നിയോഗിച്ച ആളുമാണ്. അത് നീ മറക്കണ്ട. അതെ, ഇനി ഇതിന്റെ പേരിൽ പല വിരട്ടലുകളും ഉണ്ടാവും. നിങ്ങൾ ഇതുപോലെ ഒന്നിച്ച് തന്നെ നിൽക്കണം. ആർക്കൊരു പ്രശ്നം വന്നാലും സംഘടിച്ച് തന്നെ നേരിടണം. ഓക്കെ? എങ്കിൽ എല്ലാവരും ഓഫീസിലേക്ക് തിരിച്ചു കയറിക്കോ. ചെല്ല. സാറേ, ലോകത്തെങ്ങും കേട്ടുകേഴ്വിയില്ലാത്തൊരു കാര്യമാണ് ഒരു കമ്പനി ഉടമസ്ഥൻ ഞങ്ങളുടെ കൂടെ നിന്ന് സമരം ചെയ്യുന്നത്. ഞാനേ നിങ്ങളെല്ലാവരും ഈ കമ്പനിയുടെ സ്വന്തമാണെന്നാണ് കരുതുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു അപമാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് കമ്പനിക്കുള്ള തിരിച്ചടിയാ. അത് അനുവദിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അതേട്ടാ, അടി കൊണ്ടതിന്റെ വേദന സോറി കൊണ്ട് മാറില്ല എന്ന് എനിക്കറിയാം. പക്ഷേ വിട്ടേക്ക്. അതൊന്നും കുഴപ്പമില്ല സാറേ. എന്നെപ്പോലെ ഒരുത്തന്റെ ദേഹത്ത് കൈ വീണപ്പോ ചോദിക്കാൻ സാറുണ്ടായല്ലോ. അതിൽ കൂടുതൽ എന്താ വേണ്ടേ? ശരി ശരി, എല്ലാവരും അകത്തേക്ക് കയറ്. ചെല്ലേ. ആനന്ദ് സർ, ഇതിന്റെ പേരിൽ ഇനി ചോദ്യങ്ങളോ നടപടികളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീരുമാനമെടുക്കുന്നതിന് മുന്നേ എന്നോട് ചോദിച്ചിരിക്കണം. ഓക്കെ സർ. സൂര്യ, ഇനി എന്തായാലും മിത്ര ഇങ്ങോട്ട് വരുന്ന പേടിക്കേണ്ട കാര്യമല്ല. അളിയ, സത്യത്തിൽ അവള് മാപ്പ് ചോദിച്ച നിമിഷം തന്നെ അളിയന് കൈ തരണമെന്ന് വിചാരിച്ചതാ. പക്ഷേ ആന്റി ഒന്നുകൊണ്ട് പറ്റിയില്ല. ഇപ്പൊ ആ കൈ ഇങ്ങോട്ട് തന്നെ. എവിടെ കൈ? താളിയ കൈ പിടിച്ച് ഒടിക്കോ? അടിപൊളി അടിപൊളി, നന്നായിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. വാടാ.